സിമ്പിളായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ന്യൂ ഇയർ ടൈപ്പിനുള്ള ഒരു കേക്കിൻ്റെ ഡെക്കറേഷനാണ്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു 1 kg ഒക്കെ ആയിട്ട് നമുക്ക് ഒറ്റൊരു തവണ ബാൻജോ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ ലെയറുകൾ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ബേക്ക് ചെയ്യുക, 2 kg 3 kg ഒക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ബേക്ക് ചെയ്യുക. അത് ഞാൻ ഇതിൻ്റെ തൊട്ട് മുൻപത്തെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു 2-3 ദിവസം മുൻപ്. അത് ബാൻജോ കേക്ക് എങ്ങനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒറ്റ ടൈമിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഒന്ന് പുതിയ കൂട്ടുകാരാണെങ്കിൽ, സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, പുതിയ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ലൈക്ക് നിങ്ങൾ എന്തായാലും അത്യാവശ്യം ലൈക്ക് തരും എന്നുള്ള വിശ്വാസത്തിലാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ മറക്കണ്ട ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് യെല്ലോ കളർ, ചെറിയൊരു ഹാഫ് ഡ്രോപ്പ് മാത്രം യെല്ലോ കളറ് ക്രീമിൽ കളർ കൊടുത്തിട്ട് ഒരു ഓഫ് വൈറ്റ് കളറായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ യെല്ലോ കളർ കൊടുത്തു കഴിഞ്ഞാലും ഇതുപോലെ ഓഫ് വൈറ്റ് ആക്കാം, പിന്നെ ബ്രൗൺ കളർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഗ്രീൻ, അങ്ങനെ ഓരോ സംഭവം കൊടുത്തു കഴിഞ്ഞാലും പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് ക്രീമിൽ നിന്നും ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഗ്രീനും യെല്ലോയും ആണ് ഫുൾ കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതേ സാധനം വെച്ച് തന്നെയാണ് ചില വ്യത്യാസങ്ങൾ എടുത്തിട്ടാണ് വേറൊരു കേക്കും കൂടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കേക്കിൽ സെക്കൻഡ് ഐസിങ് കൊടുത്തിട്ടുള്ളത് യെല്ലോ കളർ ജസ്റ്റ് ഡ്രോപ്പ്, പിന്നെ നമ്മൾ അതേ ബാക്കി വരുന്ന ക്രീമിലേക്ക് ഗ്രീൻ കൂടെ കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ഡ്രോപ്പ് ഗ്രീൻ ആണെങ്കിൽ ഒരു ഡ്രോപ്പ് യെല്ലോ. അപ്പോൾ 2 കളർ കോമ്പിനേഷനിൽ വേറൊരു ഡിസൈനും കൂടി ഇട്ട് അത് പിന്നെ നെക്സ്റ്റ് വീഡിയോ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം 1-2 ഡ്രോപ്സ് ഗ്രീനും അതേ അളവിൽ തന്നെ യെല്ലോയും കൊടുത്തിട്ടാണ് ഈ ഒരു ഡിസൈന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഷാർപ്പ് എഡ്ജൊക്കെ ചെയ്ത് നല്ല നീറ്റാക്കിയിട്ടുള്ള കേക്കിലേക്ക് ഒരു നമ്മുടെ ചോറ് പാത്രമില്ലേ, അതിൻ്റെ ഒരു അടപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ലൈൻസ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് എത്രത്തോളം വലിപ്പത്തിൽ ചെയ്യണോ അത്രത്തോളം ചെയ്യാനില്ല എന്നെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ട് വരച്ചു കൊടുക്കാം. ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് അത് എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഗനാശൊക്കെ സൂക്ഷിക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ അടപ്പെടുത്ത് തന്നെയാണ് ഞാനിവിടെ ലൈൻസ് കൊടുത്തിട്ടുള്ളത്. ഒരു പകുതി ഫുള്ളായിട്ട് വരുന്നില്ല, ആ ഒരു പോർഷൻ കൊടുത്തിട്ട് താഴെയും അതിൻ്റെ ബാക്കി കണ്ടിന്യൂസ് ആയിട്ടുള്ള റൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വൈറ്റ് ക്രീം കൊടുത്തിട്ട് ഒരു ബോർഡർ പോലെ ആദ്യം കൊടുത്ത് രേഖപ്പെടുത്തി ശരിയാക്കി. അപ്പോൾ നമ്മൾ ഫ്ലാറ്റായിട്ടല്ല, കുറച്ചൊരു പൊങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസൈനിങ് വൈറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വൈറ്റിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള 2 കളേഴ്സ് മിക്സ് ചെയ്തിട്ടുള്ള ക്രീം ഷെൽ നോസിലിട്ടിട്ടാണ് ജസ്റ്റ് ഡോട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഷെൽ നോസിലാണ്, സ്റ്റാർ നോസിൽ വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിവിടെ ഷെൽ നോസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള അതേ വൈറ്റ് ക്രീം വെച്ചിട്ട് ആ ഗ്രീനിൻ്റെ സെൻറ്ററിൽ ഒരു റൗണ്ട് കൂടെ കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഉള്ളിലേക്ക് ഇറക്കിയിട്ട് കൊടുക്കുന്നില്ല, കുറച്ച് ഇറക്കിയിട്ട് ഉള്ളിലോട്ടേക്കും പിന്നെ കുറച്ച് വൈറ്റ് പുറത്തോട്ട് വരുന്ന രീതിയിലുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഗ്രീനിന് വൈറ്റ് ഡോട്ട്സ് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള അതേ ക്രീം തന്നെ പൈപ്പിംഗ് ബാഗിൻ്റെ ഡിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള നോസിലേക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് ചെറുതായിട്ട് ടിപ്പ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് 2 ഡോട്ട്സും കൊടുക്കുന്നുണ്ട്. ആ ഗ്രീനിൻ്റെ അടുത്ത് തന്നെ 2 ഡോട്ട്സ് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഗ്രീനിൻ്റെ ഉള്ളിലോട്ടായിട്ട് നേരത്തെ ഇപ്പോൾ ഈ വലിയ ഗ്രീനിൽ കൊടുത്ത പോലെ തന്നെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മൾ ആ വൈറ്റ് ക്രീം കൊടുക്കുന്നുണ്ട്. ഗ്രീനിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇറക്കിയിട്ട് മുട്ടിൽ നിന്നും വിരിഞ്ഞ് വരുന്ന ആ ഒരു ഫീൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുമ്പോൾ നമ്മൾ സിമ്പിളാണ് ഡെക്കറേഷൻ, എന്നാൽ നമ്മൾ ബിഗിനേഴ്സിന് ചെയ്തെടുക്കാനും പ്രൊഫഷണലായിട്ട് പെട്ടെന്ന് കേക്ക് ഓർഡേഴ്സൊക്കെ വന്നു കഴിഞ്ഞാലും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ലുക്കായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഫ്ലോറൽ ഡിസൈൻസ് ഒരുപാട് വെറൈറ്റി ആയിട്ട് നമ്മൾ വീഡിയോസ് ഇടാറുണ്ട്, പലതരം വെറൈറ്റീസ് ഇടാറുണ്ട്. അപ്പോൾ അതുപോലെ ഒരു സിമ്പിൾ ഡെക്കറേഷനാണിത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രീനിലത്തേക്ക് തന്നെ കുറച്ച് ഒരു ഡ്രോപ്പ് ബ്ലൂ ചേർത്ത് കൊടുത്താൽ മതി. അതായത് ഗ്രീന്, യെല്ലോ, ബ്ലൂ, ഈ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു കളർ കൊടുത്തിട്ടുള്ളത്. എല്ലാ ഗ്രീനും ബ്ലൂവും മാത്രം കൊടുത്താലും ഇത് കിട്ടും കേട്ടോ. ഇതിന് ജെയ്ഡ്, ടർക്കോയ്സ്, അങ്ങനത്തെ പല പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഈ ഒരു ബ്ലൂ എന്ന് പറയുന്നത് പീകോക്ക് ബ്ലൂ, അങ്ങനെ പല ടൈപ്പിൽ പല പേരിലായിട്ട് ചെറിയ വേരിയേഷൻസ് വരുമ്പോൾ പേരും ഒരുപാട് വ്യത്യാസം വരും, പേരിലൊന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ചില സമയത്ത് ചില വാക്കുകൾ നമ്മൾ പറയുമ്പോൾ നമ്മളെടുത്ത് ചില തെറ്റുകൾ വരാറുണ്ട്. അത് ചില പേരുകളായിക്കോട്ടെ, ചില കളേഴ്സ് ആയിക്കോട്ടെ, ചില ടിന്നിൻ്റെ സൈസ് ആയിക്കോട്ടെ, നമ്മൾ ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോകുമ്പോൾ ചില തെറ്റുകൾ വരുമ്പോൾ അതൊന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ. അല്ലാതെ നമ്മളിത് ഭയങ്കരമായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ആ ഒരു ഇതിലൊന്നല്ല, പെട്ടെന്ന് വീഡിയോസ് ഇടണം എന്നുള്ള രീതിയിൽ നമ്മൾ പെട്ടെന്ന് തന്നെ റെക്കോർഡ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് തെറ്റിപ്പോവും. അത് മനുഷ്യരല്ലേ, മനുഷ്യർക്ക് തെറ്റ് പറ്റാതിരിക്കില്ലല്ലോ അല്ലേ. അപ്പോൾ
ഞാനിവിടെ ഫ്ലവേഴ്സൊക്കെ വരച്ചതിന് ശേഷം ആ ബാക്കി വരുന്ന സ്ഥലത്താണ് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് കൊടുക്കുന്നത്. അപ്പോൾ കേക്കിന് കുറച്ച് തണുപ്പുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ചില ആൾക്കാർക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൻ്റെ റേഷ്യോ തെറ്റിപ്പോകുന്നത് കേക്കിന് തണുപ്പും ഉണ്ടാവില്ല, എന്ന ഗനാഷ് ലൂസും ആവും. അങ്ങനെയാകുന്ന സമയത്ത് ഡ്രിപ്പിങ് കറക്റ്റ് കൊടുക്കാൻ പറ്റില്ല, പെട്ടെന്ന് കുത്തി ഒലിച്ച് പോകുന്ന ഗനാഷ് ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഗനാഷ് കുറച്ച് തിക്കായിട്ട് എടുത്തിട്ട് കേക്കിന് ഒരുപാട് തണുപ്പൊന്നുമില്ല കേട്ടോ, ചെറിയൊരു രീതിയിൽ തണുപ്പുണ്ട്, എന്നാൽ ഗനാഷ് ഒരുപാട് ലൂസും അല്ല. അപ്പോൾ ആ ഒരു റേഷ്യോയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ടച്ച് ആവാത്ത സ്ഥലത്തൊക്കെ കുറച്ചും കൂടെ ഗനാഷ് കൊടുത്ത് ഫുള്ളായിട്ട് കവർ ചെയ്തു. ആ സെൻറ്ററിൽ കൊടുത്തിട്ടുള്ളടുത്ത് ക്രീം മാത്രമേ ഉള്ളൂ, ഗനാഷ് ഇല്ല. ഈ പുറമേ വരുന്നിടത്ത് മാത്രം ഗനാഷ് കൊടുത്തു. ഇനി അതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ റൗണ്ടിൽ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻസ് കൊടുത്തിട്ട് എസ് എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് വാൻജോയുടെ ഡിസൈനുമായി, എന്നാൽ നമുക്ക് ഫ്ലവേഴ്സ് ഡിസൈനുമായി. അപ്പോൾ നമുക്ക് 2 in 1 ഡിസൈൻ, അതായത് വാൻജോക്ക് വെറും വാൻജോയുടെ ഡിസൈൻ മാത്രം കൊടുക്കുമ്പോൾ ഒരു നോർമൽ അല്ലേ. അപ്പോൾ ഇതുകൂടി ആകുമ്പോൾ സിമ്പിളായിട്ട് ഡെക്കറേഷനാണ്, ഒരുപാട് ഹെവി ക്രീം വേണ്ട, ഒരുപാട് ടെൻഷൻസ് വേണ്ട. ഫ്ലവേഴ്സ് വരക്കാൻ അറിയാത്ത ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത നോസിൽസൊക്കെ യൂസ് ചെയ്തിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞു സ്റ്റാർ നോസിലാണ്. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷനും കുഞ്ഞു സ്റ്റാർ നോസിലും ഒക്കെ വെച്ചിട്ടുള്ള ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ്.